കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന പണിമുടക്കാണ്. ഈ പണിമുടക്കിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വ്യവസായശാലകൾ, സേവന മേഖലകൾ, ട്രാൻസ്പോർട്ട്, തുറമുഖങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലയിലെയും തൊഴിലാളികൾ, അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലയിലുള്ള ബാങ്കുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, ഇവിടെ എല്ലാം പണിമുടക്ക് സജീവമാണ്. കേരളത്തിൽ സർക്കാർ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് പണിമുടക്കാണ്. തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ ഉയർത്തി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക. ആരെയും ബലം പ്രയോഗിച്ച് ഏതെങ്കിലും അക്രമത്തിന് വിധേയമാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ് തൊഴിലാളികളുടെ അവകാശങ്ങൾ തകർക്കുന്ന 4 ലേബർ കോഡുകൾ 2019-ലും 20-ലുമാണ് പാസ്സാക്കിയത്. 29 പഴയ നിയമങ്ങളാണ് ഇല്ലാതാക്കിയത്. മൗലികമായ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. ILO പ്രമാണമനുസരിച്ച് തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട പണിമുടക്ക് അവകാശം, ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശം, കൂട്ടായ വിലപേശലിനുള്ള സ്വാതന്ത്ര്യം, തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം, അതുപോലെ സ്ത്രീ തൊഴിലാളികൾക്കുള്ള അവകാശങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു. പത്രജീവനക്കാരെ ബാധിക്കുന്നത് ന്യൂസ് പേപ്പർ എംപ്ലോയീസ്, വർക്കിംഗ് ജേർണലിസ്റ്റ് ആൻഡ് ന്യൂസ് പേപ്പർ എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് ഒരു ലേബർ കോഡിൽ OSH എന്ന് പറയുന്ന കോഡിൽ ലയിച്ചു ചേർന്നു. എല്ലാ വിഭാഗക്കാരെയും ബാധിക്കുന്നതാണ്. 20-ൽ പാസ്സായെങ്കിലും കടുത്ത എതിർപ്പ് തൊഴിലാളികളുടെ ഭാഗത്ത് ഉയർന്നു വന്നപ്പോൾ ഗവൺമെൻറ് അത് നോട്ടിഫൈ ചെയ്തില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിലെ വിജയം വന്നപ്പോഴാണ് ഇനി ഒന്നും നോക്കാനില്ല എന്ന മട്ടിൽ ഈ 4 കോഡുകൾ നോട്ടിഫൈ ചെയ്തു. തുടർന്ന് അതിനുള്ള ചട്ടങ്ങൾ നോട്ടിഫൈ ചെയ്തു. നടപ്പാക്കാനുള്ള വാശിയിലാണ്. കേരളം മാത്രമാണ് ഈ ലേബർ കോഡ് നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ലേബർ തൊഴിൽ എന്ന് പറയുന്ന പ്രശ്നം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഭരണഘടനാനുസൃതമായി എങ്ങനെ തടയാൻ പറ്റുമെന്ന് ഗവൺമെൻറ് ആലോചിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ശുപാർശകൾ നൽകാൻ റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് ഗോപാൽ ഗൗഡ് അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരുന്നതുവരെ ലേബർ കോഡിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന നിലപാടാണ് കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ കർണാടക ഗവൺമെൻറ് ഈ ലേബർ കോഡ് നടപ്പാക്കാൻ ചട്ടങ്ങൾ നോട്ടിഫൈ ചെയ്തു. BJP-യേക്കാൾ വാശിയിൽ അത് നടപ്പാക്കാൻ കർണാടക കോൺഗ്രസ് ഗവൺമെൻറ് നടത്തിയ പരിശ്രമം വളരെയേറെ ഖേദകരമാണ്, പ്രതിഷേധാർഹമാണ്. ഈ കാര്യം തിരുത്താൻ ഇടപെടണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ദേവഗൗഡയ്ക്ക് മല്ലികാർജുന ഖാർഗെക്ക് CITU സെക്രട്ടറി എന്ന നിലയിൽ ഞാനൊരു കത്ത് നൽകുകയുണ്ടായി. അത് പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. കോൺഗ്രസ് പാർട്ടി ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ദേശീയ സെക്രട്ടറി എല്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്കും കത്തയച്ചിട്ടുണ്ട്. പക്ഷെ അത് മാനിക്കാതെ UDF ഇന്ന് ജാഥ നടത്തുകയാണ്. ഈ പണിമുടക്കിൽ പങ്കെടുക്കേണ്ട തൊഴിലാളികൾ INTUC വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. INTUC സംയുക്തമായ പ്രവർത്തനത്തിൽ എന്നേ ഉള്ളൂ കേരളത്തിൽ. പണിമുടക്കിൽ അവരുണ്ട്, പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇന്നേ ദിവസം രാജ്യത്താകെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിലാളികൾ ഒരു ജീവൻ മരണ സമരം നടത്തുമ്പോൾ അതിനോടുള്ള ബഹുമാന സൂചകമായെങ്കിലും ഇന്ന് UDFൻ്റെ ജാഥ മാറ്റിവെക്കേണ്ടതായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ നിശ്ചയിച്ച ജാഥാ പരിപാടിയിൽ ഇന്നും പരിപാടി ഉണ്ടായിരുന്നു. LDF അത് മാറ്റിവെച്ചു. ഇതാണ് കോൺഗ്രസ് നിലപാട്. ഈ പണിമുടക്ക് ഒരു താക്കീതാണ്. ലേബർ കോഡുകൾ പൂർണ്ണമായി റദ്ദ് ചെയ്യണമെന്നാണ് ഡിമാൻഡ്. അതോടൊപ്പം വന്ന ഇന്തോ അമേരിക്കൻ കാർഷിക വ്യാപാര കരാർ, ശാന്തി ബിൽ എന്ന പേരിൽ ആണവ മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടി, ഇൻഷുറൻസിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്നത്, ഒട്ടേറെ പുതിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം ആസ്പദമാക്കി സമരങ്ങൾ തുടരുക തന്നെ ചെയ്യും. കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥത അല്ല, ഈ പണിമുടക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായി നടന്ന ഒരു പണിമുടക്കിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പണിമുടക്ക് ദിവസം രാഷ്ട്രീയമായി UDF ഒരു ജാഥ പ്രതിപക്ഷ നേതാവിൻ്റെയും UDF നേതാക്കളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് ഈ പണിമുടക്കിനെ അപമാനിക്കലാണ്. പണിമുടക്കുയർത്തുന്ന തൊഴിലാളികളുടെ വികാരത്തെ
അംഗീകരിക്കുന്നില്ല ഞങ്ങൾ എന്ന ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ സന്ദേശമാണ് അവർ നൽകുന്നത്. അല്ലെങ്കിൽ ഇന്നൊരു ദിവസം മാറ്റിവെച്ചെന്ന് കരുതി ഒരു തെരഞ്ഞെടുപ്പിനെയും ഇത് ബാധിക്കാൻ പോകുന്നില്ല. ഈ തൊഴിലാളികളെ നടത്തുന്ന പണിമുടക്ക് വിജയിപ്പിക്കാൻ കഴിയാവുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായവരാണ് UDF-ലെയും കക്ഷികൾ. ഇത് വളരെ ഖേദകരമായ ഒരു സാഹചര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലയിടങ്ങളിലെങ്കിലും ഈ KSRTC ബസ്സുകൾ ബലം പ്രയോഗിച്ച് തടഞ്ഞു എന്നൊക്കെയുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളൊരു ബലം പ്രയോഗം? അറിയില്ല. ഈ എല്ലാവരും പണിമുടക്കുമ്പോൾ അതിനെ വെല്ലുവിളിച്ച് കരിങ്കാലികളായി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയില്ല, എന്തെങ്കിലും സംഭവം ഉണ്ടായോന്ന് എനിക്ക് അറിയില്ല. ബലം പ്രയോഗിച്ചും അക്രമം നടത്തിയും ഒന്നും ചെയ്യേണ്ടതില്ലെന്നാണ് ഞങ്ങൾ പൊതുവിലെടുത്ത നിലപാട്. കോൺഗ്രസിന് ഇതിലൊരു ആത്മാർത്ഥക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കോൺഗ്രസ്, INTUC, UDF-ന്റെ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായ ഒരു പ്രവർത്തനത്തിലും പങ്കെടുക്കരുത് എന്ന് തീരുമാനിച്ചു. അതിൻ്റെ കാര്യമില്ലല്ലോ, ട്രേഡ് യൂണിയനുണ്ടല്ലോ ചെയ്യുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ INTUC-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെ തീരുമാനിച്ച് പണിമുടക്കാൻ തീരുമാനിച്ചത്. AICC എല്ലാ സ്റ്റേറ്റുകൾക്കും കത്തെഴുതിയത്. ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ പോയി കണ്ട് ഈ പണിമുടക്കിൻ്റെ സാഹചര്യം വിശദീകരിച്ചു. അദ്ദേഹം അത് ബോധ്യപ്പെട്ട് ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടും കേരളത്തിലെ കോൺഗ്രസ്സിന് അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ മാത്രമാണ്. INTUC മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സംയുക്ത പ്രവർത്തനത്തിലാണ്. സംയുക്ത കൺവെൻഷനുകൾ, പ്രകടനങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്, പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ INTUC, കോൺഗ്രസ് INTUC-യെ വിലക്കിയിരിക്കുക. ഇന്ന് ജാഥ മാറ്റിവെക്കണമെന്ന് INTUC-യും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പത്രവാർത്തകൾ. എനിക്ക് അവരോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ഇത് വളരെ വേദനാജനകമാണ്.